മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചു. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി ലാഹയിൽ എത്തും. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. രണ്ടാം ദിവസത്തെ പ്രയാണം രാവിലെ അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. പുലർച്ചെ 3 മണിക്കാണ് ഇന്നത്തെ പ്രയാണം ആരംഭിച്ചത്. പിന്നീട് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ, ക്ഷേത്രങ്ങളിൽ തിരുവാഭരണം ഇറക്കി വെച്ചുകൊണ്ട് തിരുവാഭരണ പേടകത്തിൽ നിന്നും പുറത്ത് തിരുവാഭരണം വെച്ച് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യവുമെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ സ്വീകരണങ്ങൾ, ഭക്തജന സംഘടനകൾ, ഭവനങ്ങൾ, വിവിധ സംഘടനകൾ, ഹൈന്ദവ സംഘടനകളെല്ലാം ഒരുക്കുന്ന വലിയ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ ഭക്തജന ബാഹുല്യത്തിൽ തന്നെയാണ് ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്. ശരണപാതകളിലെല്ലാം വലിയ ഭക്തജന ബാഹുല്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും അടുത്ത കേന്ദ്രങ്ങളിലേക്ക്, സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തരുണ്ട്. ഒപ്പം ശബരിമല തീർത്ഥാടകരുണ്ട്. സന്നിധാനം വരെ ഘോഷയാത്രയോടൊപ്പം ചേരുന്ന, വർഷങ്ങളായി ഘോഷയാത്രയോടൊപ്പം ചേരുന്ന ഭക്തജനങ്ങൾ. അങ്ങനെ വലിയ ഭക്തജന ബാഹുല്യത്തിൽ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്ര മുന്നോട്ട് പോകുന്നു. ഇന്ന് വൈകിട്ട് രാത്രി ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് ഘോഷയാത്ര എത്തിച്ചേരുക. രാത്രി അവിടെയാണ് വിശ്രമം. നാളെ പുലർച്ചെ ലാഹയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര കാനനപാതയിൽ കൂടി സഞ്ചരിച്ച് നിലയ്ക്കൽ എത്തും. നിലയ്ക്കലെ സ്വീകരണവും മറ്റും ഏറ്റുവാങ്ങി അവിടെ നിന്ന് വീണ്ടും കാനനപാതയിലേക്ക് കടന്ന് വൈകുന്നേരത്തോടുകൂടി ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ ആചാരപരമായിട്ടുള്ള സ്വീകരണം, ദേവസ്വം ബോർഡ് അധികാരികളുടെയും എല്ലാം സ്വീകരണം ഏറ്റുവാങ്ങി 18ാം പടി കയറി സോപാനത്തിന് അരികിലെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചാർത്തി മഹാദീപാരാധന നടക്കും. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മഹാരാജ്യോതി തെളിയും. ആ സമയത്തിന് വേണ്ടിയുള്ള, ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഭക്തജനങ്ങളെല്ലാം മാറുന്ന കാഴ്ച, ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും തന്നെയുള്ളത്. എന്തായാലും വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വലിയ ഭക്തജന സാന്നിധ്യത്തോടു കൂടി തന്നെ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി.